ഹലോ കൂട്ടുകാരെ, ഗുഡ് ഈവനിങ്. എല്ലാവർക്കും എന്നാണ്ട് വിശേഷം? ഞാൻ ചിക്കൻ കാണിച്ചുകൊണ്ട് സംസാരിക്കുവാണേ. ഞങ്ങൾക്ക് 2 പേർക്കുള്ള ഒരു ചിക്കൻ മന്തി വെക്കാമെന്ന് ഓർത്തു. ഫസ്റ്റ് ടൈമാണ് കേട്ടോ. ഞാൻ യൂട്യൂബിലൊക്കെ നോക്കി അതിൻ്റെ റെസിപ്പി കണ്ടാണ് വെക്കുന്നത്. അപ്പം ഞാനിതേ 3 പീസ് ചിക്കൻ എടുത്തിട്ടുണ്ട്. അതിനകത്ത് ശകലം കാശ്മീർ ചില്ലി, കുരുമുളക് പൊടി, പിന്നെ പട്ട, ഗ്രാമ്പു, തക്കോലം, ചെറിയ ജീരകം, വലിയ ജീരകം, ജാതിയുടെ കായില്ലേ അത്, പിന്നെ ഈ സർവ്വസുഗന്ധിയുടെ ഒരു ഇല, ഇത്രയും പൊടിച്ച് മല്ലി ചേർത്തിട്ടില്ലേ, നന്നായിട്ട് ഒരു തുള്ളി റെഡ് കളറ് കൂടെ ചേർത്ത് നന്നായിട്ട് ഉപ്പും കൂടിയിട്ട് മിക്സ് ചെയ്ത് സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് മിക്സ് ചെയ്ത് വെച്ചേക്കുവാണേ. ഇത് ബസുമതി റൈസാണേ. മറ്റേ ബെല്ല റൈസിൻ്റെ അരി എനിക്ക് കിട്ടിയില്ല. അപ്പം അരി ഞാൻ കുതിർത്ത് ഒരു 3-4 പ്രാവശ്യം കഴുകി വെള്ളം ഒഴിച്ച് വെച്ചേക്കുക. അതിൻ്റെ പുറത്ത് ഞാനൊരു നാരങ്ങ എടുത്തിട്ടേക്കുവാണേ. ഞാൻ ഈ 3 കഷ്ണം ചിക്കന് വേണ്ടി ഞാനൊരു ബിരിയാണി പോട്ടാണ് എടുത്തേക്കുന്നത്. അതിൽ ചെറിയ അരിച്ചോറും കൂടി ഇടുമ്പോൾ ഉള്ള പാത്രം എൻ്റെ അടുത്തില്ല. പിന്നെയൊക്കെ സ്റ്റീൽ പാത്രങ്ങളാണേ. അപ്പം ഞാൻ ശകലം ഓയിൽ ഒഴിച്ചിട്ട് ഞാൻ പുരട്ടി വെച്ച ചിക്കന് ഫസ്റ്റ് ടൈം ആയതുകൊണ്ട് കുറച്ച് പാളിച്ചകളൊക്കെ ഉണ്ടാകും. നമുക്ക് നോക്കാം. ഞാനിത് ചിക്കൻ ഫ്രൈ ചെയ്യാനായിട്ട് വെച്ചേക്കുന്നേ. ഇത് ഞാൻ അരി വെക്കാനായിട്ട് വെള്ളം വെച്ച് ശകലം കൂടുതൽ വെള്ളം തന്നെ വെച്ചിട്ടുണ്ട്. നമുക്ക് ഊറ്റാനുള്ളതല്ലേ. അതിൽ ഒരു ചെറുനാരങ്ങയുടെ 2 കഷ്ണം സ്ലൈസ് ചെയ്തിട്ടുണ്ട്. ചെറിയ ജീരകം, വലിയ ജീരകം, ഇത് സർവ്വസുഗന്ധിയുടെ ഇല, പട്ട, ഗ്രാമ്പു, ഏലക്ക, തക്കോലം ഇത്ര ഇട്ടിട്ടുണ്ട്. ഇനി ശകലം ഓയിലും കൂടെ ഒഴിക്കും. നന്നായിട്ട് തിളക്കട്ടെ കേട്ടോ. ഈ ചിക്കനൊക്കെ നന്നായിട്ട് ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്, വെന്ത് വന്നിട്ടുണ്ട്, നന്നായിട്ട് ഫ്രൈ ആയി. അരി ഒരു 50% വേഗമായി. ഒരു 20% കൂടെ ആയിട്ടുണ്ടെങ്കിൽ നമ്മൾ ഊറ്റിയിട്ട് ഇതിൻ്റെ കൂടെ ചേർക്കും. നമ്മൾ അരി ഊറ്റി ഇത് ചിക്കൻ്റെ മേളിലോട്ട് ഞങ്ങൾ പാതി ചോറൊഴിച്ച് എടുത്തിട്ട് ഇനി കുറച്ച് നമുക്ക് നെയ്യ് ഒഴിക്കാം. അപ്പം നല്ല സ്മെല്ലായിരിക്കും. ഹൈ ഫ്രണ്ട്സ്, ഇതേ ഞാൻ ഇതിൻ്റെ റൈസൊക്കെ ഇട്ട് ഒരു 5 മിനിറ്റ് തീ കുറച്ചിട്ടേക്കുവാണേ. നമുക്ക് ഈ മന്തി റൈസിന് അതിൻ്റെ സൈഡ് ഡിഷായിട്ട് വെക്കാൻ ഞാൻ ഒരു തക്കാളി എടുത്തിട്ടുണ്ട്. ഒരു തക്കാളി എന്ന് പറയുമ്പോൾ ഞങ്ങൾ 2 പേരല്ലേ ഉള്ളൂ. ഒരു ടൈം കൂട്ടാൻ മതിയല്ലോ. 2 പച്ചമുളക്, ഒരു 4 അല്ലി വെളുത്തുള്ളി, ഉപ്പ്. ഇത് മിക്സിക്കകത്തിട്ട് നന്നായിട്ട് അരച്ചിട്ട് പിന്നെ ചെറുനാരങ്ങ നീരില്ലേ അത് ചേർക്കും കേട്ടോ. ഈ കൂട്ടുകാരെ, മന്തി റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഞാൻ സൈഡിൽ നിന്ന് ഇളക്കി നോക്കിയതാണേ. ഇനി നമുക്കിത് സെർവ് ചെയ്യുമ്പം കാണാം കേട്ടോ. എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. വേഗത്തിൽ ചെയ്യാം. നമുക്ക് മസാലയൊക്കെ അടുപ്പിക്കുവാണെങ്കിൽ വേഗത്തിൽ ചെയ്യാം. ടെൻഷനൊന്നും വേണ്ട. നല്ലതാണെന്ന് തോന്നുന്നു. ഞാൻ ടേസ്റ്റ് ചെയ്ത്